സംസ്കൃത അക്കാദമിക് കൗൺസിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാഘോഷം 2024 സംഘടിപ്പിച്ചു. ലോകഭാഷകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന സംസ്കൃത ഭാഷ കൂടുതൽ ജനകീയമാക്കുന്നതിനും നവീന രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഭാഷയെയും സാഹിത്യത്തെയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ആറ്റിങ്ങൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും ഹിന്ദിയും സംസ്കൃതവും പഠിച്ചാൽ മാത്രമേ, പ്രത്യേകിച്ച് ഹിന്ദി നമുക്ക് പഠിച്ചാൽ മാത്രമേ മറ്റ് ആളുകളുമായുള്ള നമ്മൾ ട്രെയിനിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നുകയാണ്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുമോ അല്ലെങ്കിൽ തെറ്റുകയില്ലേ അല്ലെങ്കിൽ തെറ്റുമോ പറയുന്നത് എന്ത് എന്ന് നമുക്ക് സംശയം, നമുക്കിതിൽ നിന്ന് ഒരു ഭയം തോന്നുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. സംസ്കൃതം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആകാശവാണിയിലെ പഴയ സംസ്കൃത വാർത്തയായിരുന്നു. ഒന്നും മനസ്സിലാവാതെ കേൾക്കുവാനുള്ള ഇമ്പം കൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ മനോഹരമായി കേട്ടിരിക്കുന്നത് എന്നത് ഉറക്കത്തിൽ കുളുക്കി വിളിച്ചു ചോദിച്ചാൽ തെറ്റാതെ പറയുന്ന ഒരു ഭാഷയാണ് സംസ്കൃത ഭാഷ. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആറ്റിങ്ങൽ AEO P. സജി സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ ദിവ്യ S. അയ്യർ IAS മുഖ്യാതിഥിയായി. ഡോക്ടർ വിപിൻ തോമസ് സംസ്കൃത സന്ദേശം നൽകി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും MLA ഉപകാരം നൽകി ആദരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ഇക്കഴിഞ്ഞ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപകാരം നൽകി. സംസ്കൃത അക്കാദമിക് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി S. ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ B, പാലോട് AEO V. ഷീജ, സ്കൂൾ ഹെഡ്മാസ്റ്റർ അനിൽകുമാർ, PTA പ്രസിഡന്റ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നും ഒരു സംസ്കൃത പദത്തിൽ നിന്നായിരുന്നു. അത് ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയാകാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. അല്ലായിരുന്നു. വേറെന്താണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അധികം കേൾക്കാത്തൊരു കാര്യമായിരിക്കും. മാഷിനൊക്കെ ഉറപ്പായിട്ട് അറിയായിരിക്കും. ആകാശവാണി സംസ്കൃതി വാർത്താ ഹഷ്യന്താം എന്നുള്ള റേഡിയോയിൽ കേൾക്കുന്ന സംസ്കൃത വാർത്തകളിൽ നിന്നായിരുന്നു ആരംഭം. പ്രവാചക എന്ന് പറയുമ്പോൾ ആരാണ് അന്നത്തെ വാർത്ത വായിക്കുന്നത് എന്നുള്ള പേരാണ് അതിനുശേഷം പറയുക. ആരാണ് അന്നത്തെ വാർത്ത വായിക്കുക എന്നുള്ളത് വളരെ ആവലോടുകൂടി കേട്ടിരുന്ന ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഭാഷിതം കേൾക്കുകയും ഒരു ദിവസം അവസാനിക്കുന്നതും ആകാശവാണിയിലെ അവസാനത്തെ ഘട്ടത്തിൽ രാത്രി സുഭാഷിതം പ്രക്ഷേപണം ചെയ്തിട്ടാണ് അന്നത്തെ ദിവസം ശുഭരാത്രി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ സംസ്കൃതത്തോടുള്ള ആദ്യത്തെ ഒരു ആമുഖം എന്നുള്ളത് ആകാശവാണിയിലൂടെയായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ. യഥാർത്ഥത്തിൽ അതിനുശേഷമാണ് സംസ്കൃതം എന്നുള്ള ഒരു വിസ്മയത്തിൻ്റെ ലോകത്തിലേക്ക് വളരെ ചെറിയ തോതിൽ പിന്നീടുള്ള സംസ്കൃതവുമായുള്ള ഒരു യാത്രയിൽ ഒരുപാടൊന്നും താണ്ടാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇനിയും പഠിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു ഭാഷ തീർച്ചയായിട്ടും സംസ്കൃതം തന്നെയാണ്. ഗേയം എന്ന സംഗീത കലാവിരുന്ന്, കുട്ടികളുടെ കലാപരിപാടികൾ, പ്രദർശനം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.